ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് മൈദപ്പൊടിയും ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ അടിപൊളി ഒരു പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയും ഉപ്പും ബേക്കിംഗ് സോഡയും കൂടി 2-3 വട്ടം നല്ലതുപോലെ ഒന്ന് ഇടഞ്ഞെടുക്കുക. അപ്പോൾ അത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്യാം. അപ്പോൾ നമ്മളൊരു 3 സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നല്ലപോലെ ക്യാരമലായി കഴിയുമ്പം അതിലേക്ക് ഒരു 1/2 ഗ്ലാസ്സോ 3/4 ഗ്ലാസ്സോ വെള്ളം ഒഴിക്കുക. അതൊന്ന് തിളച്ച് വരിക. അത്ര നമ്മുടെ ക്യാരമൽ റെഡി ആയിട്ടുണ്ട്. ക്യാരമൽ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ചേർക്കുന്നുണ്ട് ഇതിനകത്ത്. ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ആ ക്യാരമൽ ചെയ്ത അതേ പാത്രത്തിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് വരട്ടിയെടുക്കുക. അങ്ങനെ ഒത്തിരി ഒന്നും ആവേണ്ട, ഒന്ന് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ പഞ്ചസാര മിക്സ് ചെയ്തെടുക്കുക. മിക്സിയിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് 3/4 കപ്പ്, 1/2 കപ്പ്, 1/4 കപ്പ് നമ്മുടെ മധുരത്തിനനുസരിച്ച്. അപ്പം ഞാനൊരു 1/2 ഗ്ലാസ് തികച്ചെടുത്തിട്ടില്ല. നമ്മൾ ആ ഗോതമ്പ് പൊടി എടുത്ത സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് ഒരു 1/2 ഗ്ലാസ് പഞ്ചസാരയും ഒരു 1/4 ഗ്ലാസോളം പാലും ഒരു 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിലും എടുത്തു. ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതെല്ലാം റൂം ടെമ്പറേച്ചറാണ്. അതിലോട്ട് നമ്മൾ 2 ഏലക്കായും 2 ഗ്രാമ്പും ഇട്ടു. അപ്പോൾ നമ്മൾ മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ ഈ ഗോതമ്പ് പൊടിയിലോട്ട് ഇട്ടു. അതുപോലെ നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അതും ഇട്ട് കൊടുത്തു. നമ്മുടെ പഞ്ചസാര ക്യാരമൽ ചെയ്ത അതും ഇട്ട് കൊടുത്തു. നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നമ്മളിങ്ങനെ റൗണ്ടിൽ ഇളക്കി കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ ഇളക്കരുത്. ഏതെങ്കിലും ഒരു സർക്കിൾ, ഒരു ഡയറക്ഷനിലോട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി വെച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മൾ നമ്മുടെ കയ്യിലുള്ള നട്ട്സൊക്കെ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെയാണ്. നമ്മളിപ്പോൾ ടൂട്ടി ഫ്രൂട്ടി ഇടുന്നുണ്ട്, നമ്മുടെ ചെറി ഇടുന്നുണ്ട്, ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പുമാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഈന്തപ്പഴം ഉണ്ടെങ്കിൽ ഈന്തപ്പഴം ചേർക്കാം, ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി ചേർക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ടൂട്ടി ഫ്രൂട്ടിയും നമ്മുടെ ചെറിയും നമ്മുടെ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ഇത്രയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഒന്നുകിൽ കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ കുക്കർ, അല്ല അടിയിൽ നല്ല അടിക്കട്ടിയുള്ള നല്ലൊരു പാത്രം നമ്മുടെ ഏതാണോ ഉള്ളത് അത് നമ്മൾ ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ നമ്മൾ ഒരു ഹീറ്റ് ചെയ്യാൻ വെച്ചേക്കണം, പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചേക്കണം. അപ്പം നമ്മളത് മിക്സ് ചെയ്തു. നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ ഒന്നെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ നമ്മൾ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ നമ്മുടെ എന്താണോ ഉള്ളത് അതനുസരിച്ച്. അപ്പോൾ നെയ്യാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ച ശേഷം നമ്മുടെ ബാറ്റർ അതിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസും ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യുക. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് വെച്ചിട്ട് നമ്മുടെ മേളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രം ഞാൻ 10 മിനിറ്റ് മുമ്പ് തന്നെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ അടിയിലൊരു തട്ട് വെച്ച് കൊടുത്ത് നമ്മുടെ ബേക്കിംഗ് ട്രേ അതിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തൊരു 45 മിനിറ്റോളം എടുത്തു ബേക്കായി വരാൻ. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് ഇവിടെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ മൈദയൊന്നും ആവശ്യമില്ല. ഗോതമ്പ് പൊടി വെച്ചോ അമൃതം പൊടി വെച്ച് വരെ, കുട്ടികൾക്ക് കിട്ടുന്ന അമൃതം പൊടി വെച്ച് വരെ നമുക്കിങ്ങനെ സൂപ്പറായിട്ട് നമുക്ക് കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കി